ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ്റെയാണ് കേട്ടോ. എക്സിബിഷന് ഞങ്ങൾ 2 ആഴ്ച മുന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പൂരവും കഴിഞ്ഞു, എക്സിബിഷനും കഴിഞ്ഞു. പക്ഷേ ചില സാങ്കേതിക തകരാറുകൾ കാരണം എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ചധികം ലേറ്റായ വേണ്ടി വന്നു. എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി തന്നെ. അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ മാത്രം വന്നില്ല, ബാക്കി ഏട്ടനും എഴുതിയമ്മയും അനിയനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ എൻട്രൻസിൽ ഇത് ഇങ്ങനെ ഒരു അക്വേറിയം, പഴയ ഒരു കാറിൽ അവരിങ്ങനെ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 4 മണി, വൈകുന്നേരം ഒരു 4 മണി ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഏട്ടനും എഴുതിയമ്മയും കടയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കയറി, ആരും ഉണ്ടായിരുന്നില്ല. ഈ നല്ല ചൂടുള്ള സമയവും ഒരു 4 മണി എന്ന് പറയുമ്പം അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ചൂടും അല്ലേ. പിന്നെ അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു, അത് കാരണം കൊണ്ട് തന്നെ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈവനിങ് ആണ് കാണേണ്ടത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈവനിങ് ആയി, ലൈറ്റൊക്കെ ഇട്ട് കണ്ടു. അപ്പോൾ ഈ എൻട്രൻസിൽ തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ അങ്ങനെ കുറേ മൃഗങ്ങളുടെയൊക്കെ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്, എന്താ പറയുക, പ്രതിമകൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മൃഗങ്ങളൊക്കെ ശോഷിച്ച്, അത് മൃഗങ്ങൾ ഇന്നത് ആന, ഇന്നത് ജിറാഫ് എന്നൊക്കെ വേണമെങ്കിൽ എഴുതി വെക്കാൻ പറ്റുന്ന അത്രയും ശോചനീയമായിട്ടുള്ള അവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ശിവ, എന്താ ഇത് സാധന? പരിപാടി സ്പോൺസർ ഗജാൻജി. ഇത് ആനയുടെ ഷേപ്പ് എന്തെങ്ങനെ എല്ലാം ഒരുമാതിരി വേറെ എവിടുന്നോ വന്ന ജീവികളെ മാതിരി. ഷോക്ക് അടിക്കടാ. എല്ലാം കയറും. ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഇങ്ങനത്തെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും നിന്നില്ല. പിന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ റോബോക്കുട്ടനാണ് കേട്ടോ. ഞാൻ ഈ ബിഗ് ബോസിൽ മാത്രമേ ഇതിനെ കണ്ടിട്ടുള്ളൂ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോഴൊക്കെ അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സംഭവം ഓട്ടോമേഷൻ അല്ല, അവിടെ ഇരുന്ന ഒരാൾ ഓപ്പറേറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ക്യാമറയിൽ. അവരവിടെ നിന്നിട്ട് റിമോട്ട് കൺട്രോളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ സർവൈലൻസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റോബോ ആണ്. ഇപ്പോൾ നിലവിലത് ഇതായിട്ട് എന്താ പറയുക, ഓട്ടോമേഷനായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രം. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ആരെങ്കിലും കൈ കൊടുത്തു കഴിഞ്ഞാൽ കൈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, അതുപോലെ തന്നെ ഹായ് പറയുക, അങ്ങനെ കുറേ നേരം അവിടെ നിന്നു കേട്ടോ. ഏട്ടനും എഴുതിയും കടയിൽ പോയിക്കുക പറഞ്ഞല്ലോ. അപ്പോൾ അവർ ഏകദേശം വരണ വരെ നമ്മൾ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. കാരണം ഇതിൻ്റെ കൂടെ കളിച്ചിട്ട് ഉണ്ണിയാണെങ്കിലും അതെ ശിവുവാണെങ്കിലും ഒക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ എക്സിബിഷനിൽ കയറിയിട്ട് അത്യാവശ്യം നന്നായിട്ട് വർത്തായിട്ട് തോന്നിയത് ഈ ഒരു ടൈമായിരുന്നു. ശിവു, അതെ ഉണ്ണിയെ
ഉണ്ണിക്കുട്ടൻ പോയിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നു കേട്ടോ. 4.5 ലക്ഷമാണ് അവർ പറയുന്നുണ്ടായിരുന്നത്. ഓട്ടോമേഷന് വേറെ ചാർജാണ് അത്ര. അതായത് നമ്മൾ വീട്ടിലൊക്കെ ഒരു പട്ടിയെ വളർത്തുന്നതിന് സമമാണ് ആക്ച്വലി. ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫേസസ് മാത്രം റെക്കഗ്നൈസ് ചെയ്യുക, ബാക്കിയെല്ലാം വരുന്ന സമയത്ത് അത് റെസ്പോണ്ട് ചെയ്യുക, അതായത് അവർക്ക് എതിരെ ആക്രമിക്കുക, അങ്ങനത്തെ രീതിയിലൊക്കെയാണ് അത് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് അതിൻ്റെ ഓപ്പറേറ്റർ പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ സ്ഥിരം എക്സിബിഷൻ കാഴ്ചകളായിട്ടുള്ള വിത്തുകൾ പരിചയപ്പെടാൻ വേണ്ടി പോയി. ഒരുപാട് വിത്തുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പഠിപ്പിച്ചു കഴിഞ്ഞു തുടങ്ങി അവനത്. അതാ പൈസ കൊടുത്തിട്ടില്ലല്ലോ, അപ്പോഴേക്കും തൂതാ തുടങ്ങി. എന്താ വേണ്ടേ നിനക്ക്? വേറെന്താ വേണ്ടേ? സാധാരണ എക്സിബിഷൻസിൽ പോയി കഴിഞ്ഞാൽ ഞാനൊന്നും വാങ്ങാറില്ല കേട്ടോ. ഇങ്ങനെ കണ്ട് നടക്കുക എന്നല്ലാതെ ഒന്നും വാങ്ങാനായിട്ട് ട്രൈ ചെയ്യാറില്ല. കാരണം പുറത്തുള്ള റേറ്റിനൊക്കെ ഡബിൾ ആയിരിക്കും കേട്ടോ എക്സിബിഷനൊക്കെ പോകുമ്പോൾ റേറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ബുക്ക് എനിക്ക് എടുക്കണം എന്ന് തോന്നിയായിരുന്നു രാത്രി 12-ന് ശേഷം എന്ന് പറഞ്ഞിട്ട് കുറേ റിവ്യൂസൊക്കെ കണ്ടു. പക്ഷെ അത് ഞാൻ എടുത്തില്ല, കാരണം എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നിനും ടൈം കിട്ടാറില്ല. പിന്നെ ഈ ബുക്ക് വായിക്കാൻ എപ്പോൾ ഞാൻ സമയം കണ്ടെത്തുമെന്ന് വിചാരിച്ചിട്ട് അത് എടുത്തില്ല കേട്ടോ. അത് മാത്രമാണ് എനിക്ക് വാങ്ങണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാം ഇങ്ങനെ കണ്ട് നടക്കൽ തന്നെ ഉണ്ടായിരുന്നു. ശിവുവിന് അവിടെ നിന്ന് ഒരു കുഞ്ഞ് വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാച്ച് വാങ്ങി, അതുപോലെ തന്നെ ഒരു ബബിൾ ഇങ്ങനെ വിടണ ഒരു ഇതും വാങ്ങി. ഉണ്ണിയോട് ചോദിച്ചിട്ട് അവൻ ഒന്നും വേണ്ട പറഞ്ഞ് നടക്കുക. അവൻ റൈഡിൽ കയറണം, ആ ഒരു ലക്ഷ്യം മാത്രമാണ് അവനുണ്ടായിരുന്നത് കേട്ടോ. എനിക്കും അതെ, ആക്ച്വലി എക്സിബിഷൻസിന് പോണത് ഞാൻ റൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം. നല്ല പേടിയാണ്, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓളിയിടും. പക്ഷെ എന്നാലും ഞാൻ എല്ലാ പ്രാവശ്യം കയറും കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ കാര്യമായിട്ട് കമ്മലുകളൊക്കെ നോക്കുന്നുണ്ട്, ആർക്കോ എന്തോ എന്ന് പറഞ്ഞ മാതിരി. ഞാൻ നോക്കി, പക്ഷേ ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ റേറ്റ് ഭയങ്കര ഹൈ ആയിട്ട് തോന്നി. അതിനിടയിൽ 7-8 ഒക്കെ വന്നു കേട്ടോ. മാളിക്കുട്ടിക്ക് പല കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് പാനിപൂരി ബേൽപൂരി ഒക്കെ വാങ്ങി സാപ്പിട്ടു. ഈ ഒരു ടൈം ആവുന്നതിന് ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ പേടിച്ചിട്ട് ഏട്ടനൊഴികെ ഞങ്ങളെല്ലാവരും ആ ഒരു തോണി മാതിരത്തെ റൈഡിലും പിന്നെ ആ വലിയ ചക്രത്തിൽ അങ്ങനെ കറങ്ങണതിലും കയറിയിട്ടോ. കറങ്ങണമെങ്കിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി ആയിരുന്നു. തോണിയിൽ കയറിയപ്പോൾ ഞാൻ ഭയങ്കര അലറി കൂവലായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ്, എല്ലാ പ്രാവശ്യം ഞാൻ കയറാറുണ്ട് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ വേഗം പോവുകയാണ്. നമ്മുടെ അമ്പലത്തിൽ ഇന്നത്തെ ദിവസം പരിപാടികൾ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം വേഗം അവിടെ തുടങ്ങുമ്പോഴത്തേനും എത്തണം എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഓടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സിബിഷൻ വീഡിയോ. ഇത്രയേ ഉള്ളൂ. ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ടൈം അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.